ഹലോ ഗായ്സ്, ഇന്ന് നമുക്കൊരു സൺഡേ ഔട്ടിംഗ് ആയാലോ? ഹലോ ഫ്രണ്ട്സ്, വെൽക്കം മൈ ന്യൂ വീഡിയോ. ഇന്ന് നമ്മളുള്ളത് ദുബായ് ഫ്രെയിമിലാണ്. സബീർ പാർക്കിലാണ് ദുബായ് ഫ്രെയിം ഉള്ളത്. നമ്മൾ കാറ് പാർക്ക് ചെയ്തതിന് ശേഷം അങ്ങോട്ട് നടക്കുകയാണ്. ഓൾഡ് ദുബായിയുടെയും ന്യൂ ദുബായിയുടെയും നടുവിലായിട്ടാണ് നമ്മുടെ ഈ ഫ്രെയിമിൻ്റെ ആകൃതിയിലുള്ള ഈ ബിൽഡിംഗ് നിൽക്കുന്നത്. ഇതൊരു സാധാരണ ബിൽഡിംഗ് അല്ല കേട്ടോ. ഇതൊരു ഒബ്സർവേറ്ററി ആണ്, മ്യൂസിയം ആണ്, പിന്നെ ഇതൊരു സ്മാരകവുമാണ്. നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് ഫ്രെയിമിലേക്ക് കയറാൻ പോവാണ് കേട്ടോ. ഹലോ, ഇങ്ങോട്ട് നോക്കിയേ. അപ്പോൾ അവിടുന്ന് ടിക്കറ്റ് എടുത്തവരൊക്കെ അവിടെ വരിയായിട്ടാണ് നിൽക്കുന്നത്. ഇങ്ങനെ വളഞ്ഞു പോകുന്നൊരു വരിയാണ് കേട്ടോ, കണ്ടോ? അങ്ങനെ തിരിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ നടന്നിട്ട് അങ്ങനെ പോകും. പിന്നെ ഇവിടെ വെയിറ്റ് ചെയ്യൊന്നും വേണ്ട, പെട്ടെന്ന് വരി നീങ്ങുന്നുണ്ട്. ഈ ഫ്രെയിമിൻ്റെ താഴെ കണ്ടോ, അവിടെയാണ് മ്യൂസിയം ഉള്ളത്. നമ്മൾ നേരെ കയറുന്നത് മ്യൂസിയത്തിലേക്കാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രെയിമിനുള്ള റെക്കോർഡ് ഇതിനുണ്ട്. 150.24 മീറ്റർ ഉയരവും 95.53 മീറ്റർ വീതിയും ഇതിനുണ്ട്. ആദ്യത്തിന്റെ പേര് ദുബായ് ഫ്രെയിം എന്നല്ലായിരുന്നു കേട്ടോ, അൽബർവാസ് ടവർ എന്നായിരുന്നു ഇതിന്റെ ആദ്യത്തെ പേര്. എന്തുകൊണ്ടും അൽബർവാസ് ടവർ എന്ന പേരിനേക്കാളും അർത്ഥവത്താവുന്നത് ദുബായ് ഫ്രെയിം എന്ന പേര് തന്നെയാണ്. ഒരു ഡബിൾ ഡെക്കർ ബസ് പോകുന്നത് കണ്ടോ, അത് കൊച്ചുകുട്ടികളെ ഈ സബീർ പാർക്കിലൂടെ ഇങ്ങനെ ചുറ്റിക്കറക്കി ഇങ്ങനെ ഇപ്പോഴും നടക്കുന്നത് കാണാം. ഗോൾഡന്റെ ഒരു കോട്ടിംഗ് ആണ് ഇതിന്റെ പുറം വശത്ത് കൊടുത്തിരിക്കുന്നത്. ഈവനിങ് ടൈമിലേക്കാണ് കടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ കണ്ടോ, അസ്തമയം കാണുന്നത് കണ്ടോ, നല്ല ഗോൾഡൻ ഷെയ്ഡിലാണ് വരുന്നത്. മാത്രമല്ല നമ്മുടെ ഫ്രെയിമിന് ഗോൾഡൻ കളർ ആയതുകൊണ്ട് തന്നെ സൺഷൈൻ അതും അടിക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ ഈ സമയത്ത്. പിന്നെ നല്ല കാറ്റുണ്ട് ഇവിടെ. ആറുമണി ആവാറായിക്കൊണ്ടിരിക്കുന്നു. എടുത്തിട്ട് ഫോട്ടോ
റൂമിലേക്ക് കയറാറായിട്ടുണ്ട്. താഴെ തന്നെ മ്യൂസിയത്തിലേക്കാണ് നമ്മൾ ആദ്യം കയറുന്നത്. ഇതാണ് എൻട്രൻസ് കേട്ടോ. ഇവിടെയാണ് നമ്മൾ കയറിയത്. എന്നിട്ട് ഇവിടെ നമ്മൾ വരി നിൽക്കുകയാണ്. വരി നീളമാവുന്നുണ്ട്. ഇവിടെ ഗ്രീൻ ബാക്ക്ഗ്രൗണ്ടിൽ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. എന്നിട്ട് മാറ്റിയിട്ട് അവർ എഡിറ്റ് തരാനുണ്ട്. മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു കേട്ടോ. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഇനി വരി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള പോലെ കാണാം. ഇത് കണ്ടോ, ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും മണലാണെന്ന്. പക്ഷെ ഇത് ഒറിജിനൽ മണലല്ല, ഇത് ഒരു സ്ക്രീനാണ്. തേളിന് കണ്ടോ, ഫസ്റ്റ് ഞാൻ കണ്ടപ്പോൾ ഇത് ശരിക്കുള്ള മണലാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇത് പിന്നെയാണ് മനസ്സിലായത്. കണ്ടോ, ഇത് സ്ക്രീനാണ്. ഇവരുടെ പരമ്പരാഗത കാലം മുതലുള്ള എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും അതുപോലെ തന്നെ അന്ന് തൊട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ കാണിക്കുന്നത് കേട്ടോ. അന്ന് തൊട്ട് ഇന്നത്തെ ദുബായിലേക്ക് എത്തുന്നത് വരെയുള്ള കാര്യങ്ങൾ ഈ സ്ക്രീനിൽ ഇവർ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കണ്ടോ, ഇത് പ്രാചീന കാലം മുതൽ ഉപയോഗിച്ച് വന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഈ പാത്രങ്ങളും അതുപോലെ അവരുടെ വർക്കുകളും ഒക്കെ ഒരുപാട് വർഷം മുമ്പ് ഇവർ അനുഷ്ഠിച്ച് വന്നിട്ടുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ ഇവരുടെ ഓൾഡ് ജനറേഷൻ യൂസ് ചെയ്തിട്ടുള്ളതാണ്. കണ്ടോ, ഇതൊരു കോറിഡോർ ആണെങ്കിലും ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഇവരുടെ പഴയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഇടവഴികൾ പോലെയാണ് ഇവരിത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ശരിക്കും ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ മുമ്പത്തെ ഇവരുടെ നാട്ടിൽ വന്നിട്ടുള്ള ഒരു അനുഭൂതി ആയിരിക്കും ഇവർക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. പിന്നെ അതുപോലെ തന്നെ കണ്ടോ, ഇത് ഖുറാനാണ് അവർ വായിക്കുന്നത്. ഇത് മെഷീൻ, തയ്യൽ മെഷീനാണ്, അത് അവർ അടിക്കുന്നതൊക്കെയാണ്. ഇത് ഖുറാൻ്റെ പാരായണമാണെന്ന് തോന്നുന്നു കേട്ടോ. പണ്ടത്തെ അവരുടെ ഊത്തുപള്ളി എന്നൊക്കെ പറയില്ലേ നമ്മുടെ ഇവിടെ, അതുപോലത്തെ അവരുടെ ഇതാന്ന് തോന്നുന്നു. പിന്നെ ഇതിൻ്റെ മുകളിൽ നോക്ക്, ഇതും അതുപോലെ തന്നെ ഇവർ മുമ്പത്തെ കാലഘട്ടത്തിൽ ചെയ്തിട്ടുള്ള കാര്യം. ഇവിടെ കണ്ടോ, ഡിജിറ്റലായിട്ട് ഇതുപോലെയാണ് എല്ലായിടത്തും കാണിക്കുന്നത്. ഡിജിറ്റലായിട്ട് ആൾക്കാർ വന്നിട്ട് നമ്മുടെ അടുത്ത് സംസാരിക്കുകയാണ്. കണ്ടോ, അവിടെ നിന്ന് നമ്മളോട് സംസാരിക്കുന്ന പോലെ ഈ പാത്രങ്ങളെ കുറിച്ചിട്ടാണ് ഇവിടെ ആള് പറയുന്നത്. കണ്ടോ, അതുപോലെ ഓരോ സ്ക്രീനിലും ഓരോ സ്ഥലത്തെത്തുമ്പോഴും അവിടെ ഡിജിറ്റലായിട്ട് കണ്ടോ ഇങ്ങനെ ആൾക്കാർ ഇരുന്നിട്ട് അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ശരിക്കും അവിടെ ഒരാളിരുന്ന് നമ്മളോട് സംസാരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെയാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടോ, ഇതൊക്കെ ഇവരുടെ മുമ്പത്തെ കാലം മുതൽ ഇവരുടെ കൃഷി ചെയ്തുണ്ടാക്കുന്ന സാധനങ്ങളാണ്. ഇവരുടെ തനതായ രീതിയിൽ ഇവരുണ്ടാക്കുന്ന, ഇവരുടെ നാട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന കൃഷി രീതികളാണ്. അത് ത്രാസിൽ വെച്ച് തൂക്കി നമുക്ക് തരുന്നത് പോലെയാണ് അവിടെ ഒരാൾ നിൽക്കുന്നത്. ഇത് കണ്ടോ, ഇത് ഹാൻഡ് മെയ്ഡാണ്. ഇവിടെ നമ്മൾ ഒന്നും തൊടരുതെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, എങ്കിലും ആൾക്കാർ തൊട്ടൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഹാൻഡ് മെയ്ഡ് സാധനങ്ങളാണ്, കൈകൊണ്ട് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല എക്സ്പെൻസീവായിട്ടാണ് ഇപ്പോൾ ഈ കാലത്ത് ഇത് നമ്മളെവിടെയെങ്കിലും വിൽക്കുന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്നത്. ഇത് അവരുടെ ഓൾഡ് ജനറേഷൻ കാലഘട്ടത്തിൽ അവർ വീടുകളിൽ തന്നെ ഉണ്ടാക്കി വിൽക്കുന്ന സംഭവങ്ങളാണ് കേട്ടോ. അതൊക്കെ അവർ ഇതുപോലെ തന്നെ മ്യൂസിയത്തിൽ ഇവിടെ സൂക്ഷിച്ചിരിക്കുകയാണ്. പിന്നെ ഇവിടെ സ്ക്രീനുണ്ട്. ആ സ്ക്രീനിലും അവർ ഓൾഡ് കാലഘട്ടം കാണിക്കുന്നുണ്ട്. ഇതൊക്കെ അതുപോലെ തന്നെ അവരുടെ ഷിപ്പിലും ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ കാണിക്കുന്നുണ്ട് ഇവരുടെ ഓരോ ചേഞ്ചുകളാണ്. പണ്ടത്തെ ആ ഒരു കാലഘട്ടത്തിൽ നിന്നും ഈ ഒരു ദുബായിലേക്ക് എത്തിച്ചേരുന്ന ഒരു പുരോഗമനം ഒക്കെയാണ് അവർ കാണിക്കുന്നത്. ഇതൊരു പ്ലാനാണ്, മോളിൽ നിന്നുള്ളൊരു വിഷ്വൽ കുറച്ച് കട ആൾക്കാർ തൊടുന്നുണ്ട്. ഡോണ്ട് ടച്ച് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ആൾക്കാർ തൊട്ടൊക്കെ നോക്കുന്നുണ്ട്. ഇതുകൊണ്ട് ശരിക്കും കടലുള്ളൊരു എഫക്റ്റാണ് ഇവിടെ.
ടച്ച് സ്ക്രീനാണ്. നമുക്ക് വേണമെങ്കിൽ നമുക്കിതിൽ കൺട്രോൾ ചെയ്യാം, നമുക്ക് എടുത്ത് നോക്കുകയൊക്കെ ചെയ്യാം. കണ്ടോ, അവർ കാണിക്കുന്നുണ്ട് ഇങ്ങനെ നമുക്ക് മാറ്റാമെന്നുള്ളത്. അപ്പം അങ്ങനെ. അപ്പോൾ ഇത് വീണ്ടും നമ്മുടെ അതേ സ്ഥലത്ത് തന്നെയാണ്, അവിടെ തന്നെയാണ് അതൊക്കെ വെച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടെ എത്തി. നമ്മൾ ലിഫ്റ്റ് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് മുകളിലേക്ക്. നമ്മൾ അടിയിലത്തെ മ്യൂസിയത്തിൻ്റെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞു. 2 ലിഫ്റ്റായിട്ടാണ് ഇവിടെ ഉള്ളത്. അതിൽ നമ്മൾ കയറും. അപ്പം നമ്മൾ ലിഫ്റ്റിലേക്ക് കയറിയിട്ടോ നമ്മൾ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ദുബായിൻ്റെ ഓരോ കാഴ്ചകൾ നമ്മൾ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും ഹൈറ്റിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന ലിഫ്റ്റിൽ തന്നെ കാണാൻ കഴിയും നമ്മൾ എത്ര മുകളിലേക്കാണ് പോകുന്നത്. നമ്മൾ ടോപ്പിലേക്ക് എത്തും തോറും നമുക്ക് ശരിക്കും ഹൈ റേഞ്ചിലേക്ക് പോകുമ്പോൾ നമ്മുടെ ചെവി കേൾക്കാതാവില്ലേ, അതുപോലത്തെ ഒരു എഫക്റ്റ് വരുന്നുണ്ട് കേട്ടോ. ശരിക്കും ചെവി അടങ്ങിയ പോലെ. അപ്പം നമ്മൾ ഏറ്റവും ടോപ്പിലേക്ക് എത്തി. നമ്മളിനി ഇറങ്ങാൻ പോവുകയാണ്. എല്ലാവരും എന്താ കണ്ടോ ഇറങ്ങുന്നത്. 2 ലിഫ്റ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഈ ഒരു ഇതിൽ വന്നിട്ടുള്ള ആൾക്കാർ മുഴുവൻ ഇറങ്ങിയിട്ടുണ്ട്. ഇതാ ഞാൻ പറഞ്ഞ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ സൈഡിൽ നോക്കുമ്പോഴത്തേന് പഴയ ഇത് ചെറിയ ബിൽഡിംഗ് അതെന്താ ചേട്ടൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫ്രെയിമിൻ്റെ ഈ ഒരു വശത്തേക്കൂടെ നോക്കുമ്പോൾ ഓൾഡ് ദുബായും മറ്റേ വശത്തേക്കൂടെ നേരെ ഓപ്പോസിറ്റ് ആ വശത്തേക്കൂടെ നോക്കുമ്പോൾ ന്യൂ ദുബായി ആണ് കാണുന്നത്. കണ്ടോ, ബുർജ് ഖലീഫയൊക്കെ കാണുന്നത് കണ്ടോ. ഇത് ന്യൂ ദുബായ്, അപ്പുറത്ത് ഓൾഡ് ദുബായ്. അതാണ് ഈ ഒരു ഫ്രെയിമിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഈ ഫ്രെയിം ശരിക്കും ഓൾഡ് ദുബായിൻ്റെയും ന്യൂ ദുബായിൻ്റെയും നടുവിലായിട്ടാണ് നിൽക്കുന്നത്. ഈ ഫ്രെയിമിലൂടെ ഒരു വശത്തേക്ക് നോക്കിയാൽ ഓൾഡ് ദുബായും ഒരു വശത്തേക്ക് നോക്കിയാൽ ന്യൂ ദുബായിയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ഒബ്സർവേറ്ററി ആയിട്ട് ഇതിൻ്റെ നടുവിൽ നിന്ന് പ്രവർത്തിക്കുന്നത്. ഓൾഡ് ദുബായും ന്യൂ ദുബായും നമ്മളൊരു പ്രസൻ്റ് ആയിട്ടുള്ളൊരു കാലഘട്ടത്തിൽ ഒരു പ്രസൻറ്റിൽ നിന്നിട്ട് കാണുന്നത് പോലെയാണ് ഇത് ഇതിൻ്റെ ഒരു ക്രിയേഷൻ എന്ന് പറയുന്നത്. നമ്മൾ താഴെ നിന്നിട്ട് ഈ ഫ്രെയിം നോക്കിയപ്പോൾ ഒരു 3 ഗ്ലാസ്സുകളായിട്ട് കണ്ടിരുന്നില്ലേ, അതാണ് ഇത്. ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് പാത്താണ്. ഇതിൽ കൂടെ നമ്മൾ നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിയിൽ കാണാൻ കണ്ടോ. ഇതൊക്കെ കുഞ്ഞുതായിട്ട് കാണുന്നത് ആൾക്കാരും കാറൊക്കെയാണ് കണ്ടോ. അത്രയും ടോപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ചിലർക്കൊക്കെ പേടിയാണ് ഇതിൽ കൂടെ നടക്കാൻ വേണ്ടിയിട്ട്. അപ്പം നേരെ ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട് കണ്ടോ. ഇരുട്ടായിക്കൊണ്ടിരിക്കുകയാണ്. ലൈറ്റൊക്കെ ഇട്ടിട്ട് സെറ്റായിട്ടുണ്ട് ദുബായ്. ഇത് ന്യൂ ദുബായ് ആണ് കണ്ടോ. എല്ലാം വണ്ടികൾ പോകുന്നുണ്ടോ, എത്ര വണ്ടികളെ പോകുന്നു നോക്കി. ഇനി നമുക്ക് ഓൾഡ് ദുബായിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം. ഇരുട്ടായപ്പോൾ കണ്ടോ, ഇതാണ് ഓൾഡ് ദുബായ്. ഇവിടെയും വണ്ടികൾ പോകുന്നുണ്ട് കണ്ടോ. ഓൾഡ് ദുബായിൻ്റെ കെട്ടിടങ്ങൾക്കൊക്കെ വ്യത്യാസമുണ്ട്. കുഞ്ഞു ബിൽഡിങ്ങുകളാണ് കണ്ടോ. കുഞ്ഞു ബിൽഡിംഗ് ഒന്നും അല്ല കേട്ടോ, അത്യാവശ്യം വലുത് തന്നെയാണ്. പക്ഷെ മറ്റതിനെ അപേക്ഷിച്ച് കുഞ്ഞിതാന്നാണ് പറഞ്ഞത് കണ്ടോ. അപ്പം അങ്ങനെ എന്തായാലും ഈ വണ്ടികൾ ജസ്റ്റ് ഇങ്ങനെ വളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂ ദുബായിലേക്ക് എത്തും. ഇവിടെ ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ഫോട്ടോ എടുത്താൽ നല്ല അടിപൊളിയാണ്, നല്ല വ്യൂ ആണ് ഇവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ.
ഇവിടെ എവിടെയോ ആണ് നമ്മുടെ കാറ് പാർക്ക് ചെയ്തിരിക്കുന്നത്. ഓ ഛേ, ഞാൻ ടച്ച് സ്ക്രീനാന്ന് വിചാരിച്ചു. ഒരു നിമിഷം. ഈ ബിൽഡിങ്ങുകളുടെ ഏറ്റവും എൻഡിൽ കാണുന്നത് എന്താണെന്ന് അറിയാമോ? അതാണ് കടല്. പിന്നെ ഇതിൻ്റെ ടോപ്പിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാനൊക്കെ ഉണ്ട്. നമുക്കിവിടെ ഫിൽറ്റർ കോഫിയും അതുപോലെ പാൻട്രീസും കേക്ക്സും അങ്ങനെ കണ്ടോ, ബൺസ്, ഡൊണറ്റ്സ്, ജ്യൂസുകൾ, ഷേക്ക് എല്ലാം നമുക്ക് കിട്ടും. ചോക്ലേറ്റ്സ് ഒക്കെ എല്ലാം ഇവിടെ പാക്കിംഗ് ആയിട്ടും കിട്ടും. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇരുന്ന് കഴിക്കുകയും ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. വേണമെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ഓർഡർ ചെയ്തിട്ട് ഇവിടെ ഇരുന്ന് കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് വാങ്ങിച്ചു കൊണ്ടുപോവുകയും ചെയ്യാം. അപ്പം നമ്മളിവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു. ഇനി നമ്മൾ തിരിച്ച് ലിഫ്റ്റ് വഴി ഇറങ്ങാൻ നിൽക്കുകയാണ്. അവിടെ വരിയിൽ തന്നെ നിൽക്കുകയാണ്. 2 ലിഫ്റ്റ് ഉണ്ട്. ഏകദേശം ലിഫ്റ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കയറും. അപ്പോൾ ലിഫ്റ്റ് വന്നല്ലോ. ഇനി നമ്മൾ താഴോട്ട് ഇറങ്ങാൻ പോവുകയാണ് കേട്ടോ. നമ്മളാണ് ആദ്യം കയറിയത്. Então, você não viu lá pra cima como é que foi? Nossa, o meu carrinho está ali sozinho, tadinho. O carrinho está ali sozinho, tadinho. അപ്പം നമ്മൾ താഴെ എത്തി. ഇനി നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ. ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര വർണ്ണാഭമായിട്ടാണ്, കളർഫുൾ. ആകെ ലൈറ്റ്സാണ് ഇവിടെ. ഈ ബ്ലൂ കളർ ലൈറ്റ്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ബ്രൗൺ ആവും, അതുപോലെ തന്നെ പിങ്ക് ആവും, റെഡ് ആവും, ഗ്രീൻ ആവും, എല്ലാ കളറും ആവും. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മൾ കണ്ടോ, ഇവിടെ 3D എഫക്റ്റിൽ നമ്മൾ ദുബായിയുടെ പല കാലഘട്ടമാണ് കാണിക്കുന്നത്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് നിന്ന് ഇത് കാണാം. ശരിക്കും അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പോകുന്നത് പോലുള്ളൊരു എഫക്റ്റ് നമുക്ക് കിട്ടും. ദുബായിലുള്ള എല്ലാതരം മേഖലകളും ഇതിൽ കാണിക്കുന്നുണ്ട്. കണ്ടോ, ഇത് ഓൾഡ് തൊട്ട് ഇന്ന് വരെയുള്ള കാലഘട്ടം കാണിക്കുന്നുണ്ട്. എങ്കിലും ഇപ്പോൾ ഉള്ള കാര്യങ്ങളും ഓരോ റിസോർട്ടിലും ഓരോ സ്ഥലങ്ങളിലും ഉള്ള കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. ഇത് കണ്ടോ, ഇത് ഓർമ്മയുണ്ടോ നമ്മുടെ മുമ്പത്തെ വീഡിയോസിൽ കണ്ടത്? ആ ഒരു അക്വേറിയമാണിത്. അവിടുത്തെ മാത്രമല്ല, ഇവിടെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ വലിയ അക്വേറിയങ്ങളുണ്ട്. അതാണ് ഇത് കാണിക്കുന്നത്.
ഇത് അവര് ബിൽഡിംഗ് ഒക്കെ വരുന്നതിന് മുമ്പ് കണ്ടോ ഇങ്ങനെയായിരുന്നു, മരുഭൂമിയായിരുന്നു. എങ്കിലും നമ്മുടെ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടെങ്കിലും കുറേ സ്ഥലങ്ങൾ ഇങ്ങനെ മരുഭൂമിയായിട്ട് കിടക്കുന്നുണ്ടല്ലോ. അത് അവരിങ്ങനെ ഡിജിറ്റലായിട്ട് കാണിക്കുന്നതാണ് ഇങ്ങനെ കാണിക്കുന്നത് കണ്ടോ. ഇവിടെയുള്ള ലൈറ്റ്സിൻ്റെ കളറുകൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും കണ്ടോ. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഫോട്ടോസൊക്കെ എടുക്കാം. നമ്മൾ എങ്ങനെയാണ് പുറത്തേക്ക് ഇറങ്ങുന്നതെന്ന് നോക്കുകയാണ്. ഇങ്ങനെ ഒരു വഴിയാണ്, ഇങ്ങനെയുള്ള വഴികളാണ് ഇവിടെ മൊത്തം. ഇങ്ങനെയാണ് നമ്മൾ കടന്ന് എൻഡിൽ പുറത്തേക്ക് എങ്ങനെ പോകുന്നു നോക്കാം. ഇങ്ങനെ ഇറങ്ങി ആദ്യം നമ്മൾ എക്സ്കലേറ്റർ വഴി ഇറങ്ങണം. അവിടെ കുറേ ഷോപ്പിങ്ങിനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, മ്യൂസിയം, കുറേ കാര്യങ്ങൾ കാണാനുമുണ്ട്, നമുക്ക് വാങ്ങിക്കാനും പറ്റും. അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് അതൊക്കെ. ഇവിടെ കണ്ടോ, ഇത് മ്യൂസിയമാണ് എങ്കിലും നമുക്കത് കാണുകയും ചെയ്യാം. ഇവിടെ നമുക്ക് ഷോപ്പ് ചെയ്യുകയും ചെയ്യാൻ തോന്നുന്നു, വാങ്ങിക്കാനും പറ്റും തോന്നുന്നു. ഇതൊക്കെ ശരിക്കും അവരുടെ തനതായ ഇവിടെ നിന്ന് കിട്ടുന്ന സാധനങ്ങളാണ് കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മൾ ഇറങ്ങുന്നത്, എക്സിറ്റ്. അപ്പം നമ്മൾ എക്സിറ്റായി. നമ്മൾ കണ്ടോ ആ ഫ്രെയിമിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ കാണുന്ന കാഴ്ചയാണിത്. ഫ്രെയിമും ഇങ്ങനെ കളറ് മാറിക്കൊണ്ടിരിക്കും കേട്ടോ. ഓരോ സമയം നോക്കുമ്പോൾ ഓരോ കളറിലാണ് ഫ്രെയിം കാണുക. കണ്ടോ, ഇത്ര നേരമായിട്ടും ഈ വണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികളുണ്ട് അതിൽ കണ്ടോ, ഓരോ റൗണ്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് സബീർ പാർക്കിലൂടെ ഇങ്ങനെ ചുറ്റും. നമ്മൾ നടന്ന പാത്ത് കണ്ടോ, 3 എണ്ണമായിട്ട് കണ്ടോ. അതിൽ കൂടെയാണ് നമ്മൾ നടന്നുകൊണ്ടിരുന്നത്, ആ പാലത്തിൽ കൂടെയാണ് നടന്നുകൊണ്ടിരുന്നത്. ക്യാമറയുടെ ലെൻസൊക്കെ എടുത്ത് വെക്കുകയാണ് ചേട്ടൻ. ഈ ബാക്കിൽ കാണുന്ന പൂളിൽ വാട്ടർ ഫൗണ്ടൻ ഉണ്ട്, അതിടയ്ക്ക് ഓണാക്കും. കുറച്ച് നേരത്തെ ഓണാക്കിയിട്ടുണ്ടായിരുന്നു തോന്നുന്നു, ഇടയ്ക്ക് ഓഫാക്കും. അങ്ങനെയാണ്. ഫ്രെയിമിൻ്റെ ഇരുവശത്തും കണ്ടോ, ഇരുവശത്തുമാണ് ലിഫ്റ്റ് വരുന്നത്, അതിൻ്റെ നടുവിലൊന്നുമില്ല. അപ്പോൾ നമ്മൾ പോവാണ്. ഇവിടെ ചെറിയൊരു മുസ്ലിം പള്ളി ഉണ്ട് കേട്ടോ, അവിടെ അവർ കയറുന്നൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് സൈൻ ഔട്ട് ചെയ്യാണ് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സ്റ്റേ ട്യൂൺ മൈ നെക്സ്റ്റ് വീഡിയോ.